ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആപ്പ് ഉപയോഗിച്ച് ഒരു ഫോട്ടോയുടെ പുറത്ത് എങ്ങനെ എഴുതും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഷോർട്സിന് വേണ്ടി ഒരു പാട്ടിൻ്റെ ലിറിക്സ് ആണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിലൊരു പാട്ട് ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്യുകയാണ്. നീ ഒരു പുഴയായി തഴുകുമ്പോൾ, ആ ഒരു പാട്ടാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അതാ വരും. അപ്പോൾ നമ്മളതിൻ്റെ ലിറിക്സ് എടുക്കണം. ലിറിക്സ് അവിടെ നോക്കുമ്പോൾ കാണാം. ലിറിക്സ് എടുത്തതിന് ശേഷം അത് നമ്മളൊന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ എത്രത്തോളമാണോ വേണ്ടത് അതിങ്ങനെ താഴത്തേക്ക് വലിക്കണം. ഇതല്ലാതെ ഇത് ഡയറക്റ്റ് എഴുതുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കോപ്പി ചെയ്ത് ഇങ്ങനെയും എടുക്കാം. ഇത് എളുപ്പമുള്ള രീതി. മറ്റത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിയും എടുക്കാം. ചില സാഹചര്യത്തിൽ എഴുതുക തന്നെ വേണം. അപ്പം ഞാനത് ഇപ്പോൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മളുടെ ആപ്പിലോട്ട് പോകാം. യു കട്ട് ആപ്പിലോട്ട് പോയിട്ട് ദാ ഇവിടെ ഈ പ്ലസ് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീഡിയോയുടെ പുറത്ത് എഴുതിയിടാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോയുടെ പുറത്ത് എഴുതിയിടാം. ഞാനിപ്പോൾ ഫോട്ടോയുടെ പുറത്താണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇതാ വിളക്കിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ പുറത്താണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം, ടെക്സ്റ്റ് ടി. അപ്പം നമ്മൾ ആ ടി അതിൽ ടച്ച് ചെയ്തിട്ട് നീ ഒരു പുഴയായി അതവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ പേസ്റ്റായി കണ്ടോ, അതവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ഇനി അത് ചെറുതാക്കി വെക്കണം. ഇപ്പം നമ്മൾ ലൈവിലൊക്കെ എഴുതിയിടാനാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചെറുതാക്കി വെക്കണം. സൈസൊക്കെ ചെറുതാക്കേണ്ടതുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സൂമായി പോകും. ലൈവിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ സൂമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതാക്കി വെക്കണം. ഇത്രയും ചെറുതാക്കി വെച്ചാൽ തന്നെ അതിൽ വരുമ്പോൾ വലുതായി വരും. പിന്നെ ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യണം. സൈസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തിട്ട് റേഷ്യോ കറക്റ്റ് ആക്കുക. റേഷ്യോ നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോ കൊടുക്കണം. ഞാൻ 2 ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിലത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഏത് ഫോട്ടോ വേണം? ഇത് ചേട്ടൻ്റെ ഫോണാണ്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് എൻ്റെ ഫോട്ടോസ് ഇല്ല. അതുകൊണ്ട് ഞാൻ മുകളിൽ പോയിട്ട് ഒരു ഒരു ശിവൻ്റെ ഒരു ഫോട്ടോ തന്നെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ എങ്കിൽ നമ്മുടെ ഫോട്ടോ അത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ ക്രോപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് അത് സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് കൊടുക്കുമ്പോൾ ഇതുപോലെ വലിച്ച് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കളയാം. എന്നിട്ട് ആ ടിക്കിൽ കൊടുക്കണം. ടിക്ക് കൊടുക്കുമ്പോൾ അത് ഓക്കെ കണ്ടോ, അത് ചെറുതായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എവിടെയാണോ അത് വെക്കേണ്ടത് അതൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ എഴുതിയും കഴിഞ്ഞു, ഒരു പിക്ചറും ആഡ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്ക് ആ ടെക്സ്റ്റിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൻ്റെ പേര് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കന്യാകുമാരി എന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടിക്ക് കൊടുത്താൽ മതി. അതവിടെ പോയി സേവ് ആയിക്കോളും. കന്യാകുമാരി എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുവാണ് കണ്ടോ. അപ്പോൾ അവിടെ സെലക്ട് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചാൽ മതി. അത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അതിങ്ങനെ ചെയ്തിട്ട് ഇനി നമ്മളതങ്ങ് സേവ് കൊടുക്കാം. സേവ് കൊടുക്കുമ്പോൾ ഒരു ആഡ്സ് വരും കേട്ടോ. ആ പരസ്യം നമ്മൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നിൽക്കേണ്ട, അതിൻ്റെ ഒരു പോയിൻ്റ് വരും. അത് കളഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്കത് സേവ് ആയിട്ടുണ്ട്. സേവ് ആയി കഴിയുമ്പോൾ നേരെ ഈ ആപ്പിൽ നിന്നും നമ്മൾ ബാക്ക് അടിച്ച് ഗാലറിയിലേക്ക് പോവാം. ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഗാലറിയിലേക്ക് പോവാം. ഇത് ചേട്ടൻ്റെ ഫോണായതുകൊണ്ട് എനിക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട് എവിടെയാണ് കിടക്കുന്നതെന്ന്. ഗാലറി എടുത്തിട്ടുണ്ട്. ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എഴുതിയത് അവിടെ സേവ് ആയിട്ട്. ഇനി ഒന്നുകൂടി എടുക്കുക. ഇപ്പോൾ അത് വീഡിയോ ആയിട്ടല്ലേ സേവ് ആയിരിക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ചെറിയൊരു 4 സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് സേവ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓടിച്ചിട്ട് ആ കാണുന്ന ഫോട്ടോ, ആ വീഡിയോയിൽ നിന്നും ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ആയിട്ട് നമ്മുടെ കയ്യിലത് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടോ. അപ്പോൾ ഫോട്ടോ ആയിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു. ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അപ്പോൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് എഴുതിയിടാം. അതുപോലെ തന്നെ ഒരു ഫോട്ടോ ആപ്പ് എടുക്കുക, ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഈ ടെക്സ്റ്റ് തന്നെ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളത് മംഗ്ലീഷ് കീബോർഡ്, മലയാളത്തിൽ മംഗ്ലീഷ് കീബോർഡ് എടുത്ത് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കാം,
ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് ഇതായി സൈഡിലുള്ള മെയ്ക്ക് ഉണ്ടല്ലോ, മെയ്ക്ക് സൈഡിലുള്ള മെയ്ക്കിൽ പ്രസ് ചെയ്തിട്ട് സംസാരിക്കാം. സംസാരിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അതവിടെ വന്നോളും. നമ്മൾ സംസാരിക്കുന്നത് അവിടെ എഴുതി വരും. അപ്പോൾ കുറച്ചുകൂടി അത് എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. അതിപ്പോൾ ഞാൻ അവിടെ കറിവേപ്പിലയുടെ ഒരെണ്ണം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. അതിന് ഇനി ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോവുകയാണേ. അത് ഇതുപോലെ എടുത്തിട്ട് ലേബൽ കൊടുക്കണം. ലേബൽ കൊടുത്തിട്ട് ലേബൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ വരും കേട്ടോ. ഏതാണോ നന്നായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള കളറ് അത് നമുക്ക് സെലക്ട് ചെയ്യും. ഇങ്ങനെ മാറി മാറി വരും. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു കളറ് ആളുകൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നൊരു കളർ കൊടുക്കാം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അതുപോലെ എഴുതുവാണ് കേട്ടോ. ഒരു സംഭവം കൂടി ടൈപ്പ് ചെയ്യുവാണ്. വോയിസ് ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്. റോസാപ്പൂവിന് അടിപൊളി ഒരു വളം. അത് നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒന്നിൻ്റെ പുറത്ത് തന്നെ ഒന്ന് വന്നിരിക്കും കേട്ടോ. അപ്പം നമ്മളത് കറക്റ്റായിട്ട് അത് എടുക്കണം. എടുത്ത് നമ്മൾ എവിടെയാണോ എഴുതി സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അതുപോലെയൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലേബൽ കൊടുക്കാം. വേറെ കളർ കൊടുക്കുവാണ് അതിന്. അതുപോലെ തന്നെ ലേബൽ കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കണം കേട്ടോ. ടിക്ക് കൊടുത്താലേ ആ കളർ അവിടെ സേവ് ആവുള്ളൂ. എന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിറയെ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആ റേഷ്യോ കൂടി ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് റേഷ്യോ കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്ത് സേവ് ആക്കാം. എന്നിട്ട് ഗാലറിയിൽ പോയി അത് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.